ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് ഭഗവത്ഗീതയിൽ, വേദസാരമായ ഭഗവത്ഗീതയിൽ ഒരു യുദ്ധക്കളത്തിന് മധ്യേ വേദസാരത്തെ ഉപദേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്ന ഭഗവാൻ ആരെയൊക്കെ കണ്ടാൽ അർജുനൻ്റെ ഉള്ളിൽ ശോകമോഹങ്ങൾ ഉണ്ടാകുമോ അങ്ങനെയുള്ളവരുടെ മുന്നിൽ കൊണ്ടുപോയി രഥത്തെ നിർത്തുന്നു, വാഹനത്തെ നിർത്തുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം. നമുക്ക് ഇപ്പോൾ പറയാം, ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഞാൻ പതറില്ല, ഞാൻ പിടിച്ചു നിൽക്കുമെന്നൊക്കെ. ജീവിതമാണെങ്കിലോ പ്രതിസന്ധികൾ വരികയും ചെയ്യും. അങ്ങനെയുള്ള ഏറ്റവും സങ്കീർണമായ പ്രതിസന്ധികൾ തന്നെ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ആർജവം നമുക്കുണ്ടാക്കി തരികയാണ് ഗീത ചെയ്യുന്നത്. അവിടെ പതറാതെ പകയ്ക്കാതെ തൻ്റെ കർത്തവ്യത്തെ ചെയ്യാൻ. പക്ഷെ ഇവിടെ അർജുനൻ ഈ പറയുന്നതൊന്നുമല്ല, അർജുനൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഭാവം എന്താണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ശിഷ്യനെ പരീക്ഷിക്കുകയാണ് ഗുരുനാഥൻ ചെയ്യുന്നത്. അവിടെയാണ് അതിൻ്റെ പ്രസക്തി വരുന്നത്. അങ്ങനെ ഇതുവരെ അർജുനൻ പറഞ്ഞ യുദ്ധം സദുദ്യമമാണെന്ന് പറഞ്ഞ അർജുനൻ തുടർന്നും പറയുമോ എന്നൊന്ന് അറിയണം. പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ഘട്ടം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലൊക്കെ വരും അത് ഉറ്റവരുടെയോ മരണമോ വിയോഗമോ ഒക്കെ ആവട്ടെ. സംയോഗം ഉണ്ടെങ്കിൽ വിയോഗം കൂടിയേ തീരൂ. വിയോഗമില്ലാത്ത സംയോഗമില്ല തന്നെ. അപ്പോൾ ഒന്ന് കൈ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരാൾ കൈ വിടണം. അപ്പോൾ അതുകൊണ്ട് ഏതും കൂടിച്ചേർന്നോ അത് പിരിഞ്ഞു പോകും, പിരിഞ്ഞു പോയേ പറ്റൂ. അതുകൊണ്ട് എല്ലാ കാലത്തും കൂടിച്ചേർന്നിരിക്കുക എന്നുള്ളൊരു സ്ഥിതിവിശേഷമില്ല. ഇത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പകയ്ക്കാതെ പതറാതെ മുന്നേറാൻ സാധിക്കുമോ? അത് ഉള്ളിൽ നിന്ന് വന്നതാണോ? അങ്ങനെ അർജുനൻ്റെ രഥത്തെ കൊണ്ടുപോയി ഭഗവാൻ രണ്ടു സേനകളുടെയും നടുക്ക് കൊണ്ടുപോയി നിർത്തി. ആരുടെയൊക്കെ കണ്ടാൽ അർജുനൻ്റെ ഉള്ളിൽ ശോകം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, മോഹം ഉണ്ടാവും. മോഹം എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും തിരിച്ചറിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മോഹം. മലയാളത്തിലെ മോഹമല്ല. സംസ്കൃതത്തിൽ മോഹം എന്ന് പറഞ്ഞാൽ ശരിയെ തെറ്റെന്നും തെറ്റിനെ ശരിയെന്നും മനസ്സിലാക്കുക. ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥാവിശേഷത്തിന് പറയുന്ന പേരാണ് മോഹം. അപ്പോൾ അർജുനനെ രഥത്തെ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? കുരുവംശജരെ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞു. നിന്റെ വംശക്കാരെ കണ്ടോളൂ. അർജുനൻ ചോദിച്ചത് എന്താ? അവരെ കാണട്ടെ എന്നാണ് പറഞ്ഞത്. ആരെ? ധാർത്തരാഷ്ട്രന്മാരെ കാണട്ടെ. അവരാരാണ്? ദുർബുദ്ധേ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷവഃ. ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹേ, ദുർബുദ്ധി. അവരാരാണ്? ദുർബുദ്ധികൾ. അപ്പം എന്തായി? നമ്മളൊക്കെ സദ്ബുദ്ധികളല്ലേ? അവരൊക്കെ മോശക്കാർ, നമ്മളൊക്കെ നല്ലത്. ഇതൊക്കെ നമ്മുടെ പ്രതിനിധിയാട്ടോ ഈ അർജുനൻ. നമ്മളൊക്കെ നല്ലവർ, മറ്റവരൊക്കെ മോശം. ഇപ്പോൾ എന്തായി? ഭഗവാൻ പറഞ്ഞത് എന്താ? അവർ ദുർബുദ്ധികളെന്നല്ല, നീ സദ്ബുദ്ധികൾ ആണെന്നല്ല പറഞ്ഞത്. നിന്റെ വംശക്കാരെ കണ്ടോളൂ. നിന്റെ കൂട്ടർ തന്നെയാണ് എല്ലാവരും. അഥവാ എല്ലാവരും ദുർബുദ്ധികൾ അല്ലെങ്കിൽ സദ്ബുദ്ധികൾ, അങ്ങനെ ഒരു ദുർബുദ്ധികളായിട്ടോ ഒരു ചീത്ത ആൾക്കാരോ നല്ല ആൾക്കാരോ ആയിട്ടോ ആരുമില്ല. ആ ദൃഷ്ടിയാണ് അവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ പറയണത് നിന്റെ വംശക്കാരെ കണ്ടോളൂ. അർജുനൻ ശരിക്കും നോക്കി കണ്ടു. കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേദാൻ കുരുൻ ഇതി. ഭീഷ്മദ്രോണ പ്രമുഖത, ഭീഷ്മദ്രോണ പ്രമുഖന്മാരെ നോക്കിയിട്ട് കണ്ടിട്ട്. ഭീഷ്മരും ദ്രോണരും കാട്ടിലകപ്പെട്ട കുട്ടികളെ രക്ഷിച്ച് വളർത്തിയുണ്ടാക്കിയ ഭീഷ്മ പിതാമഹനതാ മുന്നിൽ നിൽക്കുന്നു.
പിന്നെയോ തന്നെ ആയുധവിദ്യയെ പഠിപ്പിച്ച ദ്രോണാചാര്യരും. സർവേഷാംച മഹീക്ഷിതാം, അതേപോലെ അനേകം രാജാക്കന്മാർ. ഉവാച, എന്നിട്ട് പറഞ്ഞു, പശ്യേത, കണ്ടാലും. ആരെ? അവരെയൊക്കെ കണ്ടോളൂ. അർജുനൻ കണ്ടു. ആരെയൊക്കെ കണ്ടു? ഇവരെയൊക്കെ, ഗുരുജനങ്ങളെയൊക്കെ കണ്ടു. കണ്ടപ്പോൾ എന്തായി? പിന്നത്തെ ഘട്ടം വിവരിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നോക്കി കണ്ടപ്പോൾ ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ വേഭതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ. ഗാണ്ഡീവം എന്ന വില്ലത ഊർന്നു വീഴുന്നു. വിറയ്ക്കുക ചെയ്യുന്നത്, ആയുധം വിറയ്ക്കുകയാണ്, വിറച്ച് വീഴാനായി നിൽക്കുകയാണ്. അർജുനന് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. രോമഹർഷശ്ച ജായത, രോമമൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. പേടി കിട്ടുമ്പോഴാണ് അതുണ്ടാവുക. നമുക്കൊക്കെ പേടി കിട്ടുമ്പോൾ സമയത്താണ് രോമം എടുത്ത് പിടിച്ചുകൊണ്ട്. പിന്നെയോ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക, ഇപ്പം കരയുമെന്നുള്ള മട്ടിലാണ്. നേരെ നിവർന്നു നിൽക്കാൻ വയ്യ, വിറച്ചിട്ട് വയ്യ. കയ്യിൽ നിന്ന് ആയുധം വിറക്കുകയാണ്. ക്ഷത്രിയൻ്റെ കയ്യിൽ നിന്ന് ആയുധം വിറച്ചാൽ രാജ്യത്തിൻ്റെ കാര്യം കഷ്ടമാണ്. ഓരോരുത്തരും അവരുടെ കർത്തവ്യത്തിൽ നിരതനായിരിക്കണം. അപ്പോഴേ രാജ്യം ശരിക്ക് പോവുള്ളൂ. ക്ഷത്രിയൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ആയുധം വിറക്കാൻ പാടില്ല, പട്ടാളക്കാരൻ്റെ കയ്യിൽ നിന്ന്. ഇവിടെ അത് വിറയ്ക്കുന്നു. ഇവിടെ ഒരു വലിയൊരു വിഷയം വരുന്നത്, നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ അർജുനൻ അത്തരക്കാരനൊന്നും അല്ല. വീരശൂര പരാക്രമിയാണ് അർജുനൻ. ശിവനോട് പോലും യുദ്ധം ചെയ്യാൻ മെനക്കെട്ട ആളാണ്. ഇന്ന് വരെ ആയുധം വിറച്ചവനല്ല. പക്ഷെ ഇപ്പം എന്തുകൊണ്ട് വിറച്ചു? അത് എൻ്റെ ആളുകൾ, എൻ്റെ ഗുരുജനങ്ങളാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു. എൻ്റെ ആൾക്കാരല്ലെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു. അർജുനൻ കാണുന്ന സർവത്ര തൻ്റെ ബന്ധുജനങ്ങളെയും ഗുരുജനങ്ങളെയും അമ്മാവന്മാരെയും അച്ഛന് തുല്യം ബഹുമാനിക്കേണ്ടവരെയും ഒക്കെയാണ് കാണുന്നത്. ഒക്കെ എൻ്റെ ആളുകളാണ്. ഈ എൻ്റെ എന്നുള്ള മമത്വം വന്നപ്പോഴാണ് എന്തുണ്ടായത്? അതുകൊണ്ടാണ് എൻ്റെ ആളുകളായതുകൊണ്ട് ഞാൻ കൊല്ലില്ല. ഇതിലേറെ നല്ലത് ഭൈക്ഷ്യമാണ്. ഭിക്ഷയയച്ച് സന്യാസം സ്വീകരിച്ചു പോവുകയാണ്. ഈ ഒന്നിനും കൊള്ളാത്തവർക്ക് പറഞ്ഞ പണിയാണ് സന്യാസം എന്ന് വരെ അർജുനൻ പറയുക ചെയ്യുന്നത്. ഒന്നിനും കൊള്ളാത്തവർക്ക് പറഞ്ഞ പണിയല്ല സന്യാസം, എല്ലാറ്റിനും കൊള്ളുന്നവർക്ക് പറഞ്ഞ പണിയാണ്. പക്ഷെ അർജുനൻ പോലും പറയുന്നത് അതാണ്, ഞാൻ ഭൈക്ഷ്യം അബീഹ ലോകേ, ഭിക്ഷാന്നം ഭുജിച്ച് കഴിഞ്ഞോളാന്ന്, തെണ്ടി കഴിഞ്ഞോളാന്ന്. അത്രത്തോളം പറയുക. പക്ഷേ അർജുനൻ തെണ്ടാൻ പോയാൽ എന്താവും സ്ഥിതി? അർജുനൻ്റെ തനി സ്വഭാവം എപ്പോഴെങ്കിലും പൊന്തി വരാതിരിക്കില്ല. അപ്പോൾ പൊന്തി വരുന്നതിലേറെ നല്ല ഇപ്പോൾ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അർജുനൻ്റെ തനിനിറം പൊന്തിപ്പിച്ച് കൊണ്ടുവരണം. അതിനുവേണ്ടി ഭഗവാൻ കൊണ്ടുപോയി നിർത്തി. തുടർന്ന് അങ്ങോട്ടുള്ള ഭാഗം മുഴുവൻ ഈ ഭഗവത്ഗീതയിൽ കാണുന്നത്, 1-ാം അധ്യായത്തിൽ കാണുന്നത് പിന്നെ മുഴുവൻ വിപരീതമായ ധാരണയാണ്. ഭഗവാനോട് അങ്ങോട്ട് കയറിയുള്ള ഉപദേശമാണ്. ഭഗവാൻ ഒരു അക്ഷരം പോലും തിരിച്ചു പറയുന്നില്ല. നല്ലൊരു സൈക്കോളജിസ്റ്റാണ് ഭഗവാൻ. അതാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ലക്ഷണം. ഒരാൾ എന്തെങ്കിലും നമ്മുടെ അടുത്തൊക്കെ ഒരാളൊരു കാര്യം വന്ന് പറയാൻ പുറപ്പെട്ടാൽ നമ്മളത് പറയുന്നതിന് മുമ്പ് ഇടയിൽ കയറി അങ്ങോട്ട് പറയും. നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ കേൾക്കാനുള്ളത് മുഴുവൻ കേൾക്കുക, എന്നിട്ടേ മറുപടി പറയൂ. ആധ്യാത്മിക ആചാര്യന്മാർ നല്ല സൈക്കോളജിസ്റ്റുമാരായിരുന്നു. നമുക്കൊക്കെ ആവശ്യവും അതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ആരെങ്കിലും തയ്യാറാണോ? നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കാൻ ഒരാൾ തയ്യാറായാൽ ഒട്ടനവധി പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഭാര്യയുടേത് ഭർത്താവും, ഭർത്താവിൻ്റേത് ഭാര്യയും, കുട്ടികളുടേത് അമ്മയും, ഇതൊക്കെ കേൾക്കാൻ ഒരാൾ മതി. അപ്പോഴേക്കും നമ്മളൊരു 10 എണ്ണം അങ്ങോട്ട് പറയരുത്. അതാണ് ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. അവിടെ പോയി എന്തും പറയാം. അതുപോലെ ഈ പശുവിനെയൊക്കെ വളർത്തുന്ന ഒരു പശുവിനോടൊക്കെ വർത്താനം പറയും. കാരണം തലയാട്ടി കൊടുക്കും, ഒന്നും തിരിച്ചു പറയില്ല. അപ്പോൾ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നം പ്രശ്നമല്ലാതെ ആവണം. അത് ഇറക്കി വെക്കാൻ ഒരു ഇടം വേണം, ഒരു അത്താണി വേണം. നമ്മൾ വലിയ പ്രശ്നമായിട്ട് കാണുകയാണ്. കുനിയനുറുമ്പിന് വഴിയിൽ കാണും കല്ലൊരു പർവ്വതമാകുന്നു. നമുക്ക് നമ്മുടെ പ്രശ്നം വലിയ പ്രശ്നമാണ്.
ആ പ്രശ്നങ്ങളെ ഇറക്കി വയ്ക്കാനൊരു ആശ്രയം പ്രത്യേകിച്ച് ഹിന്ദു എന്ന് പറയുന്നവർക്കില്ല. ആരോട് പറയും? പറഞ്ഞാൽ ചൂഷണം ചെയ്യുമോ? ദുരുപയോഗം ചെയ്യുമോ? അമ്മയോടും അച്ഛനോടും പറയാൻ പറ്റാത്തതുപോലും ആചാര്യനോട് പറയാമെന്നൊക്കെയുണ്ട്. അങ്ങനെയുള്ള ആചാര്യന്മാരെ കിട്ടുമോ? ഇതൊക്കെ പ്രശ്നമാണ്. കിട്ടിയാൽ തന്നെ തിരിച്ചറിയോ? പറഞ്ഞാൽ, ആശ്രയിച്ചാൽ ഒരിക്കലും അവർ കളിയാക്കിയോ തള്ളിയോ പറയില്ല. അത് കേൾക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവും. അവരാണ് മഹത്തുക്കൾ. നമ്മളൊരു മഹാത്മാവിൻ്റെ അടുത്തേക്ക് ചെന്ന് നമ്മൾ വലിയ പല പ്രശ്നങ്ങളും പറയാൻ വേണ്ടിയായിരിക്കും പോകുന്നത്. അധികം പ്രശ്നങ്ങളും അവിടെ എത്തുമ്പോഴേക്ക് തന്നെ ഇല്ലാതാവും. പ്രശ്നങ്ങളല്ലാതായിത്തീരും. ഇനി അഥവാ പറഞ്ഞാൽ നമ്മളെ ഇറക്കി വയ്ക്കുകയല്ല ചെയ്യുന്നത്, അവർ ഏറ്റെടുക്കുകയല്ല ചെയ്യുന്നത്. ചിലർ പറയാണ്ട് നമ്മുടെ പാപത്തെയൊക്കെ ഏറ്റെടുത്തു, ഈശ്വരനെ ഏറ്റെടുത്തു, ഗുരുനാഥനെ ഏറ്റെടുത്തു. ഇല്ല, ഏറ്റെടുക്കുന്നൊന്നുമില്ല. സൂര്യൻ ഇരുട്ടിനെ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. സ്വീകരിച്ച സൂര്യൻ ഇരുട്ടാവേണ്ടതായിരുന്നു. സൂര്യൻ്റെ സാന്നിധ്യത്തിൽ ഇരുട്ടല്ലാതാവുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാതാവുകയാണ്. പ്രശ്നങ്ങൾ ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, ഇതൊന്നും പ്രശ്നമല്ല. ഇരുട്ട് നീക്കാൻ വെളിച്ചം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇരുട്ട് നീങ്ങുകയല്ല ചെയ്യുന്നത്. ഇരുട്ടല്ലാതാവുകയാണ്. വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. ഈ ഇരുട്ടിനോടാണ് അജ്ഞാനത്തെ ഉപമിച്ചത്. ഈ പ്രേതമൊക്കെ വരിക ഇരുട്ടത്താണ്. രാത്രി, പകല് പ്രേതത്തിനെ കാണില്ല. പകൽ എവിടേക്കാണ് പ്രേതം പോയത്? പകൽ വെളിച്ചത്തിൽ നിൽക്കാൻ പറ്റില്ല. അവിടെ രാത്രി മാത്രമേ പ്രേതം വരൂ. പ്രേതവും പിശാച് അങ്ങനെയുള്ളതൊക്കെ രാത്രി വരൂ. പകൽ വെളിച്ചത്തിൽ നിൽക്കാൻ പറ്റില്ല. അവിടെ ഈ ടോർച്ച്, ഇലക്ട്രിസിറ്റി ഒക്കെ വന്നതോടുകൂടി അതൊക്കെ പോയി, കുറേ പോയി. ഇപ്പോഴും ചില മുക്കിലും മൂലയിലൊക്കെ ഇരുട്ട് പിടിച്ച് കിടക്കുന്ന ചില ആളുകളുടെ ഉള്ളിലൊക്കെ അതുണ്ട്. വാസ്തവത്തിൽ അറിവുണ്ടായാൽ, ഈ അറിവുണ്ടായി കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, അങ്ങനെയുള്ള ഈ അജ്ഞാനം ദൂരീകരോതി ഗുരുഹു, ശിഷ്യ വിത്തോപഹാരഹ ഗുരുഹു. ഗുരുക്കന്മാർ 2 തരമുണ്ട്. ശിഷ്യൻ്റെ വിത്തത്തെ അപഹരിക്കുന്ന ഗുരുക്കന്മാർ, അത് ധാരാളം ഉണ്ടാവും. 100 രൂപ ദക്ഷിണ വെച്ചാൽ അനുഗ്രഹം പാഴ്സലായിട്ട് വരും. ഇല്ലെങ്കിലോ? ഇല്ലേനും. വിത്തോപഹാരഹ, ശിഷ്യൻ്റെ വിത്തത്തെ അപഹരിക്കുന്നവർ. 50 പൈസയാണെങ്കിലും അത് ചോദിച്ചു വാങ്ങിയാൽ ദക്ഷിണയല്ല, അത് കൂലിയാണ്. 1 കോടി രൂപയാണെങ്കിലും യഥാശക്തി സമർപ്പണമാണ്, അത് ദക്ഷിണയാണ്. അതിനെനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ വിളിച്ചവർക്ക് കൊടുക്കേണ്ടതെന്നാണ് ഇപ്പോഴത്തെ ചൊല്ല്. ചോദിച്ചാൽ കിട്ടില്ലേ? ചോദിച്ചാൽ കിട്ടും, പക്ഷെ അത് തപസ് നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണെന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഗുരു ആരാണ്? ഇവിടെ ഭഗവാൻ നല്ലൊരു സൈക്കോളജിസ്റ്റാണ്. അജ്ഞാനം ദൂരീകരോതി ഗുരു, അജ്ഞാനത്തെ ദൂരീകരിക്കുന്ന ഗുരുവാണ്. വിത്തോപഹാരകാരികളായ ഗുരുക്കന്മാരല്ല. അതുകൊണ്ട് ആ അജ്ഞാനത്തെ ദൂരീകരിക്കുന്ന ഗുരുവായ ഭഗവാൻ നല്ലൊരു സൈക്കോളജിസ്റ്റാണ്. പറയുന്നത് മുഴുവൻ അങ്ങ് കേട്ടു. എന്തൊക്കെയാ പറയുന്നത്? ഭിക്ഷ എടുക്കുകയാണ് നല്ലത്, ഇതിലേറെ നല്ലത് മരിക്കുകയാണ്, ഗുരുജനങ്ങളെ കൊന്നിട്ട് ചോര പുരണ്ട ഭോഗങ്ങളെ അനുഭവിക്കേണ്ടി വരും, പിന്നെ സ്ത്രീകൾ വിധവകളാവും, പിതൃക്കൾക്ക് പിതൃകർമ്മം ചെയ്യപ്പെടാൻ അച്ഛനാരാന്നറിയാതാവും, വർണ്ണസങ്കരം സംഭവിക്കും, ജാതിധർമ്മങ്ങൾ നശിച്ചു പോവും, കുലധർമ്മങ്ങൾ നശിച്ചു പോവും. അങ്ങനെ വലിയൊരു പ്രബന്ധം തന്നെ അവതരിപ്പിക്കുന്നുണ്ട് അർജുനൻ. ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എന്നിട്ട് അവസാനം ഒരു നിഗമനത്തിലെത്തി. എന്താ നിഗമനത്തിൽ? ഞാൻ യുദ്ധം ചെയ്യില്ല, സ്വകർത്തവ്യം ഞാൻ ചെയ്യില്ല എന്ന്. ഞാൻ യുദ്ധം ചെയ്യാത്ത എന്നെ, ആയുധമെടുക്കാത്ത എന്നെ അവർ കൊല്ലുകയാണെങ്കിൽ അങ്ങ് കൊല്ലട്ടെ, അതാണ് ഏറ്റവും ശ്രേയസ്കരം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ 1-ാം അധ്യായത്തിൽ അർജുനൻ്റെ വിഷാദഗ്രസ്തമായ ജീവിതമാണ് നമ്മളെ കാണിച്ചിരുന്നത്. വിഷാദം എന്നുള്ള രോഗമാണ്, യോഗമല്ല അത്. വിഷാദം എന്ന് പറഞ്ഞാൽ എന്താ? കാരണം അറിയാത്ത രോഗത്തിന് പറയുന്ന പേരാണ് വിഷാദം. എനിക്ക് പനിയാണെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ അടുത്ത്, ഒരു വൈദ്യരുടെ അടുത്ത് പോയാൽ എനിക്ക് മരുന്ന് പറഞ്ഞു തരും. തലവേദനയാണെന്ന് പറഞ്ഞാൽ മരുന്ന് പറഞ്ഞു തരും. പക്ഷെ എനിക്ക് എന്താണ് രോഗം എന്നറിയില്ല ഡോക്ടറെ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർക്കും നമുക്ക് മരുന്ന് തരാൻ സാധിക്കില്ല. ഇനി എന്താണ് രോഗമെന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തണം. ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് കാരണം കണ്ടെത്തിയിട്ടേ മരുന്ന് കൊടുക്കാൻ പറ്റൂ.
അപ്പം കാരണമറിയാത്ത രോഗത്തിന് പറയുന്ന പേരാണെന്ത്? വിഷാദം. ഈ വിഷാദ രോഗികളാണ് നമ്മളിൽ ഒട്ടുമിക്ക പേരും. കാരണം അറിയില്ല, എനിക്ക് എന്തോ സുഖമില്ല. എന്താ കാരണം? എല്ലാം സുഭിക്ഷ അല്ലേ? ഓ എല്ലാം സുഭിക്ഷ, എല്ലാവരും ഉണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ടും എനിക്ക് എന്തോ ഒരു സുഖമില്ലായ. സുഖം എന്ന് പറഞ്ഞത് മാത്രമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള രോഗികളാണ് നമ്മളിൽ അധികം പേരും. അഥവാ ശാന്തി 3 തരത്തിലുണ്ടെന്ന് പറയും. അതുകൊണ്ടാണല്ലോ നമ്മൾ ശാന്തി 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 എന്ന് പറയുക. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന 3 ഗണത്തിലാണ് അത് പെടുത്തുന്നത്. ആദിദൈവികം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിധിയിലല്ലാത്തത്, ദൈവഗത്യാ ഉള്ളത്. കാറ്റ്, പേമാരി, ഉരുൾപൊട്ടൽ ഒക്കെ ദൈവഗത്യുള്ളത് പറയാം. കാരണം നമ്മുടെ പരിധിയിലുള്ളതല്ല, അത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതല്ല. അതാണ് ആദിദൈവികം. ആദിഭൗതികം എന്ന് പറഞ്ഞാൽ അത് ഭൗതിക, മറ്റു ജീവജാലങ്ങളിൽ നിന്ന് ഒരു പട്ടി വന്ന് കടിക്കുന്നു, അല്ലെങ്കിൽ പാമ്പ് കടിക്കുന്നു, ഇതൊക്കെ ഏതാ? ഭൗതികമായി മറ്റു ജീവജാലങ്ങളിൽ നിന്നുണ്ടാവുന്നു വിധം അശാന്തി, അസ്വസ്ഥതകൾ, ദുഃഖങ്ങൾ. ഇത് രണ്ടും ഭദ്രമാണെങ്കിൽ തന്നെ നമ്മൾ ആലോചിച്ച് ദുഃഖിക്കും. ദുഃഖിക്കാൻ എന്താ വകുപ്പ് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് ആധ്യാത്മികം. ഇനി എല്ലാ ദുഃഖങ്ങളും, ആയിരക്കണക്കിന് ദുഃഖങ്ങളുണ്ടെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ ഈ 3 എണ്ണത്തിൽ നമുക്ക് ഒതുക്കി ചർച്ച ചെയ്യാം. ഇനി ഏതാണ് ആ ദുഃഖം? ഏതിനാണ് പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക? ഞാനൊരു വീട്ടിലേക്ക് കയറി ചെന്നു. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു പട്ടി എന്നെ ഓടി വന്ന് കടിച്ചു എന്ന് വിചാരിക്കുക. അപ്പം അത് ഏത് ദുഃഖത്തിൽ വിട്ടു? ആദിഭൗതികത്തിലാണ് പെടുന്നത്. പക്ഷേ ഗേറ്റിൽ ഒരു പേര് അവിടെ എഴുതി വെച്ചിരുന്നു, പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന്. ഞാൻ ആ ബോർഡ് അവഗണിച്ചുകൊണ്ടാണ് അകത്ത് ചെന്നതെങ്കിലോ അത് ആധ്യാത്മികമാണ്. ഞാൻ എൻ്റെ അശ്രദ്ധ കൊണ്ടുണ്ടായതാണ്, മുന്നറിയിപ്പിനെ അവഗണിച്ചതാണ്. അപ്പോൾ ആദിഭൗതികം ഇപ്പോൾ ആധ്യാത്മികമായി, ഞാൻ കാരണമായി. ഇനി അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ നടന്നു, അതേതാണ്? ആദിദൈവികം എന്ന ദുഃഖത്തിലാണ് വരിക. പക്ഷേ അവിടെ വീട് വയ്ക്കുന്നതിന് മുമ്പ് പഞ്ചായത്ത് പറഞ്ഞിരുന്നു, ഇവിടെ വീട് വെക്കരുത്, ഇത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണെന്ന്. അതിനെ അവഗണിച്ചാണ് വീട് വെച്ചതെങ്കിലോ അതും ആധ്യാത്മികമാകും. അല്ലെങ്കിൽ കടൽ തീരത്ത് നമ്മുടെ വീട് കടലെടുത്തു എന്ന് പറഞ്ഞു. കടലെടുത്തപ്പോൾ ഏതാണത്? ആദിദൈവികമാണ്. പക്ഷേ അവിടെ വീട് വെക്കാൻ പറ്റില്ല എന്ന് മുമ്പേ പറഞ്ഞിരുന്നു. അത് അവഗണിച്ചിട്ടാണ് വീട് വെച്ചതെങ്കിലോ അത് ആധ്യാത്മികമാണ്. അപ്പോൾ ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികം എന്നും നമുക്ക് വേർതിരിക്കാനൊന്നും സാധിക്കില്ല. എന്നാൽ ഒന്നറിയാം, ആദിഭൗതികത്തിനും ആദിദൈവികത്തിനും പരിഹാരം ഒരു പരിധി വരെ നമ്മുടെ കയ്യിലില്ല. എപ്പോഴാണ് എന്തൊക്കെ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. എത്രയൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചാലും അത് പരിഹാരം നമ്മുടെ കയ്യിലില്ല. നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. അതേതാണ്? ആധ്യാത്മികമാണ്. ഞാൻ കാരണമുള്ള ദുഃഖം. പക്ഷേ അതുകൊണ്ടാണ് ജീവിതത്തിൽ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ആധ്യാത്മികമായ പരിഹാരമാണ്, ശാന്തിയാണ്. ആധ്യാത്മികമായ ശാന്തി വന്നാൽ വരുന്നിടത്ത് വെച്ച് കാണട്ടെ, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടാവും. ഞാൻ ദുഃഖിക്കാൻ തയ്യാറല്ല. അങ്ങനെയുള്ള ഒരാളെ ദുഃഖിപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കാ സാധിക്കുക? ഞാൻ ദുഃഖിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരാളെ ദുഃഖിപ്പിക്കാൻ ആർക്ക് സാധിക്കും? നമ്മൾ ആദ്യം ദുഃഖിക്കാൻ തയ്യാറാണ്, അത് ആലോചിച്ച് ദുഃഖിക്കാനും തയ്യാറാണ്. ദുഃഖിക്കാൻ ഒരു വകുപ്പും ഇല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കാൻ തയ്യാറാണ്. ഇനി ആധ്യാത്മികമായിട്ടാണെങ്കിലും ആദിഭൗതികമാണെങ്കിലും പരിഹാരം എടുത്തില്ല. അയ്യോ അങ്ങനെ വന്നുവല്ലോ എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. ചെയ്യേണ്ടത് ചെയ്യാനേ പറ്റൂ. ആദിദൈവികമാണെന്ന് പറഞ്ഞാലും ഇനി അത് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, ചെയ്യേണ്ടത് ചെയ്യാനേ പറ്റൂ. നമ്മുടെ കയ്യിൽ പരിഹാരമൊന്നുമില്ല. പക്ഷെ ഒന്നിന് നമുക്ക് പരിഹാരമുണ്ട്, അത് ആധ്യാത്മികമാണ്. തന്നിൽ ഞാൻ ദുഃഖിക്കില്ല എന്ന തീരുമാനം നമ്മുടെ തീരുമാനമാണ്. അതുകൊണ്ട് അത് ഉറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഗീതയല്ല, വേദസാരം. വേദം നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ഏത് വലിയ ദുഃഖം വന്നാലും ഞാൻ ദുഃഖിക്കാൻ തയ്യാറല്ല. അങ്ങനെ ഈ 3 ശാന്തികളിൽ ഒരു മുഖ്യമായ ശാന്തി ആധ്യാത്മികമായ അശാന്തിക്കുള്ള പരിഹാരമാണ്. ആ പരിഹാരം അത് ഇവിടെ അർജുനനെ സംബന്ധിച്ച് പ്രസക്തമാണ്.
അർജുനൻ നിമിത്തീകൃത്യ സർവ്വലോകോപകാരാർത്ഥം ഭഗവാൻ ഉപദേശിച്ചതാണ് ഗീത എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ് ഈ പ്രശ്നം. അർജുനൻ്റെ മാത്രം പ്രശ്നമല്ല. തൻ്റെ സ്വകർത്തവ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ശോകമോഹാകുലനായിട്ട് തൻ്റെ ആയുധത്തെ ക്ഷത്രിയൻ്റെ കൈ തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞതിൻ്റെ ലക്ഷണമാണ് ആയുധം വിറച്ചത്. അർജുനനോട് തൽക്കാലത്ത് യുദ്ധം ചെയ്യാനാണ് ഉപദേശിച്ചത്. നമ്മളാരും യുദ്ധം ചെയ്യാൻ പോണ്ട, നമ്മുടെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിയാതിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ എന്തൊരു ജോലിയാണോ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നത്, ആ നിക്ഷിപ്തമായ ജോലിയിൽ നിന്ന് നമ്മൾ പിന്തിരിയരുത്, ഭയപ്പെട്ടുകൊണ്ട് പിന്തിരിയരുത്, അതിൽ നമ്മൾ പോകൂ. അങ്ങനെ പിന്തിരിയാതെ ഇരിക്കുമ്പോൾ പല പ്രതിബന്ധങ്ങളും വരും. ആ പ്രതിബന്ധങ്ങളിൽ പകയ്ക്കാതിരിക്കൂ, പരീക്ഷണങ്ങളിൽ പരാജയപ്പെടാതിരിക്കൂ, പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതിരിക്കൂ. ഈ 3 സന്ദേശങ്ങളെ നൽകിക്കൊണ്ടാണ് ഭഗവാൻ അവിടെ അർജുനനെ ഉപദേശിക്കാൻ പോകുന്നത്, അഥവാ സാഹചര്യമൊരുക്കിയത്. അങ്ങനെ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷാദ രോഗത്തെ മാറ്റാൻ വേണ്ടി വിഷാദ യോഗമാക്കി തീർക്കുന്ന അധ്യായമാണ് ഇത്. അർജുന വിഷാദ യോഗം. അർജുന വിഷാദ യോഗം എന്നുള്ളതല്ല, ആദ്യം അർജുന വിഷാദ രോഗമാണ്. വിഷാദം എപ്പോഴും ഒരു രോഗമാണ്, അതൊരു യോഗമല്ല. രോഗത്തെ ഭേദമാക്കുന്നതാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ. അതുകൊണ്ട് 2-ാം അധ്യായം പേര് സാംഖ്യയോഗം എന്നാണ്. സാംഖ്യയോഗം എന്ന് പറഞ്ഞാൽ സാംഖ്യ സിദ്ധാന്തം അവതരിപ്പിച്ചത് കാപില മഹർഷിയാണ്. കാപില സാംഖ്യം. ആ കപില മഹർഷി ഉപദേശിച്ച സാംഖ്യം ബുദ്ധിയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് സമ്യക്യായതേ ഇതി സാംഖ്യം എന്നാണ്. സമ്യക്യായതേ, അതാണ് 2-ാം അധ്യായത്തിൻ്റെ സാംഖ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. 1-ാം അധ്യായത്തിൻ്റെ പേര് അർജുന വിഷാദയോഗം, 2-ാം അധ്യായത്തിൻ്റെ പേര് സമ്യക്യായതേ ഇതി സാംഖ്യം. നല്ലതുപോലെ പറയപ്പെട്ടത്, അതുപോലെ നല്ലതുപോലെ ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണോ അങ്ങനെ ഉള്ളതുപോലെ പറയുക. അതുകൊണ്ട് 2-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗീത മൊത്തം പഠിച്ചു എന്ന് പറയാം. വേദസാരമായ ഗീതയുടെ മൊത്തം സാരം 2-ാം അധ്യായത്തിലുണ്ട്. 2-ാം അധ്യായത്തിൽ തന്നെ 11-ാം ശ്ലോകം മുതൽ 16 ശ്ലോകം വരെയുള്ള ഭാഗമാണ് അതിൻ്റെ മർമ്മം. 25-30 ശ്ലോകം ആകുമ്പോഴേക്ക് ഗീതയുടെ മൊത്തം സാരം പറയപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ആ അധ്യായത്തിൽ അശോച്യാൻ അന്യശോചസ്ത്വം എന്ന് തുടങ്ങുന്നതാണ് ഉപദേശഭാഗം ആരംഭിക്കുന്നത്, 2-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം തൊട്ട്. എന്നാൽ ഇവിടെ തുടങ്ങുന്നത് 2-3 ശ്ലോകങ്ങളിലാണ്. 1-ാമത്തെ ശ്ലോകം സാംഖ്യയോഗത്തിൽ തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദന കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരം തപാ. ഏതായാലും ഈ 2-ാം അധ്യായത്തിൻ്റെ തുടർച്ച നമുക്ക് അടുത്ത സന്ദർഭത്തിൽ നോക്കാം. ഇത് വളരെ പ്രസക്തമായ ഭാഗമാണ്, മൊത്തം വേദസാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.